Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ 167.50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ ഇന്ന് വരാൻ പോകുന്നത്. $24,039.40 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,000 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് 24,000 ആക്ട് ചെയ്യുന്നത്. $23,800 call option. 23,950 നോക്കാം. അതുപോലെ തന്നെ 23,900 trading around 160. $24,150 പുട്ട് ഓപ്ഷനും അതുപോലെ തന്നെ 24,100 പുട്ട് ഓപ്ഷനും. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതിലും കൂടുതൽ ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനാണ് സാധ്യത. അതിന് മുൻപായിട്ടൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നമുക്ക് നോക്കാം. ഒരു ഓൾമോസ്റ്റ് ഓപ്പൺ ഹൈ തന്നെയാണ് ഇന്നത്തെ ഓപ്പണിംഗ്. 24,039.40. ഇതുവരെയുള്ള ഡേ ഹൈ 24,039.75. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട് നിഫ്റ്റിയിൽ. 24,000 ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൈയിങ് പ്രഷർ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. 24,000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു പുൾ ബാക്കിന് ശേഷം സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എൻട്രി ഡയറക്ഷനും ഒക്കെ കൺഫേം ആവേണ്ടതുണ്ട്. ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഒരു പ്രൈസ് റിജക്ഷനാണ് ഹയർ ലെവൽസിൽ കാണുന്നത്. 24,000 ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നോ ട്രേഡ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,000 സപ്പോർട്ട് ലെവലായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 24,100 ലെവൽ ബ്രേക്ക് ചെയ്തു. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനാണ്, ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
23,950 കോൾ ഓപ്ഷൻ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. 134 2 lots. ഓക്കെ, 134 ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 177. അപ്പോൾ നമുക്ക് ഒരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി നമുക്ക് ആക്റ്റീവ് ആവും. കൂടുതൽ അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 23,950 കോൾ ഓപ്ഷനിൽ ഓൾറെഡി 300 എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ഓർഡറായിട്ട് നമുക്ക് നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുൾ ബാക്ക് ഹയർ ലെവൽസിൽ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 24,100 124 എൻട്രി. ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 153-54 124 നമുക്കൊരു 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് റിസ്ക് എടുത്തിട്ട് നമുക്കൊരു എൻട്രി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേഡ് എൻട്രി ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് 24,000 സപ്പോർട്ട് ലെവൽ എന്നോ 24,200-250 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ടായി, അത് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 124 യെസ്, നമുക്കൊരു 2.1K പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓർഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ 124 കൃത്യമായിട്ട് 2 ലോട്ട്സ് എക്സിക്യൂട്ടായി. 140.7 143 ആയിരുന്നു ടാർഗറ്റ്. 140.7 ബുക്ക് ചെയ്തത്. 16-17 ഓൾമോസ്റ്റ് 17 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് 2 ലോട്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം. 2.1K പ്രോഫിറ്റ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ആ ഒരു ലെവലിലേക്ക് വന്നു. 170 ലെവലിലായിരുന്നു ഉണ്ടായിരുന്നു. 160 ലെവലിലായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് 124 വന്നിട്ടാണ് ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ളത്. 124 അത് ആക്റ്റീവായി കൃത്യമായിട്ട് അത് ടാർഗറ്റിലേക്ക് വന്നു. 2.1K പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ വരുന്നത് 160 ലെവലാണ്. 160 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബുള്ളിഷ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഓൾറെഡി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിൽ തുടരാനുള്ള ചാൻസസ് ഉണ്ട്. എയ്തർ ദ ഡേ ഹൈ വന്നിട്ടില്ലെങ്കിൽ 24-20 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. അതിനുശേഷം മാത്രമേ എൻട്രി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് റേഞ്ചിൽ പോവുകയാണെങ്കിൽ ഇതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഈ ഒരു പ്രോഫിറ്റോടുകൂടി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ.